എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ കടുത്ത പ്രതിസന്ധി. സംസ്ഥാന സർക്കാരിന്റെ വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്നും കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടുന്നില്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. സ്കോർ പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷം വെയിറ്റേജിൽ മാറ്റം വരുത്തിയത് ശരിയല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശനം ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കടുത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം പോവുകയാണ്. വിവരങ്ങൾ, ഇന്ന് കോടതിയിൽ നടന്നത് എന്തെല്ലാം? കീമിന്റെ റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തള്ളിയത്. വിദഗ്ധ സമിതി നേരത്തെ ഈ മാർക്ക് ചെയ്യുന്ന ഫോർമുല പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നയിച്ച വാദം. ഈ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതി പരിഗണിച്ച സമയത്ത് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ടല്ല സർക്കാർ പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല തയ്യാറാക്കിയതെന്നുള്ള ഒരു നിരീക്ഷണമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സമിതിയുടെ ശുപാർശയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം സർക്കാർ സ്വീകരിച്ചു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും ഡിവിഷൻ ബെഞ്ച് നടത്തി. ഒറ്റയടിക്ക് ഫോർമുല മാറ്റിയത് ശരിയായ നടപടിയല്ല, അത് നിയമപരമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഡിവിഷൻ ബെഞ്ച് നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഈ ഫോർമുല ഒറ്റയടിക്ക് മാറ്റാതെ നന്നായി പഠിച്ച് വിദഗ്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്തത് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ പ്രോസ്പെക്ടസിൽ അടക്കം മാറ്റം വരുത്തിക്കൊണ്ട് ഏകീകരണ ഫോർമുല അത് നടപ്പിലാക്കുകയായിരുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുകയും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അത് റദ്ദാക്കാനാകില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു. ഈ പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ പറഞ്ഞത് സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഈ കഴിഞ്ഞ ഇതിനു മുന്നേ ഉള്ള മാർക്ക് ഏകീകരണ ഫോർമുല പ്രകാരം 27 മാർക്കൊക്കെ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുല്യ അനുപാതത്തിലായിരുന്നു വിഷയങ്ങളുടെ മാർക്കും അതോടൊപ്പം തന്നെ കീമിന്റെ പരീക്ഷയുടെ സ്കോറും വെച്ചുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ അത് വലിയ രീതിയിലുള്ള അസമത്വങ്ങൾക്കും വഴിവെക്കും. അതുകൊണ്ട് തന്നെയാണ് പുതിയ രീതിയിൽ മാർക്ക് ഏകീകരിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് തങ്ങൾ കടന്നതെന്നായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരു വാദം. ഇത് പ്രകാരം വെയിറ്റേജ് കണക്കാക്കിക്കൊണ്ട് 5:3:2 എന്നുള്ള രീതിയിൽ പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല കൊണ്ടുവരികയും അതനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ക്രമീകരിക്കുകയുമായിരുന്നു. ഇത് പക്ഷേ CBSE വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതായിരുന്നു. കാരണം പല വിദ്യാർത്ഥികളും റാങ്ക് പട്ടികയിൽ നിന്ന് ഉൾപ്പെടാതെ പോയൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇവർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകുകയായിരുന്നു. അതിന് അനുകൂലമായിട്ട് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാതെ പെട്ടെന്ന് സർക്കാർ സ്വീകരിച്ച പ്രോസ്പെക്ടസിലെ മാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ അത് അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കീമിന്റെ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണം, നിലവിലെ റാങ്ക് പട്ടികയും ഈ ഫോർമുലയും അത് റദ്ദാക്കുന്നുവെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ആ വിധി അംഗീകരിക്കുകയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണം. ഒപ്പം തന്നെ അങ്ങനെ പുനഃക്രമീകരിക്കുന്ന പക്ഷം നിലവിലെ ഈ പ്രവേശന നടപടികൾ കൂടുതൽ വൈകും. കാരണം ഇതിന്റെ പ്രവേശന നടപടികൾ ഒക്കെ തന്നെ ആരംഭിക്കുകയും ഓഗസ്റ്റ് 14 മുൻപ് തന്നെ അത് പൂർത്തീകരിക്കുകയും വേണ്ടതാണ്. അതിനിടയിലാണ് ഈ റാങ്ക് പട്ടിക തന്നെ അപ്പാടെ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്. ഇനിയുള്ളത് സർക്കാർ ഇതിനെതിരെ മേൽക്കോടതി സമീപിച്ചുകൊണ്ടോ റിവ്യൂ പെറ്റീഷൻ നൽകിക്കൊണ്ടോ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. പ്രധാനമായിട്ടും പല വിദ്യാർത്ഥികളും റാങ്ക് പട്ടികയിൽ നിന്ന് പിന്നോട്ട് പോവുകയും ഈ റാങ്ക് ഘടനയിൽ അടക്കം മാറ്റം വരികയും ചെയ്യും. എന്തായാലും 2011 മാനദണ്ഡ പ്രകാരമുള്ള പ്രോസ്പെക്ടസ് അത് വെച്ചിട്ട് വേണം ഇനിയുള്ള റാങ്ക് പട്ടിക ക്രമീകരിക്കാൻ എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാനെന്നും ഡിവിഷൻ ബെഞ്ചും സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രശ്മിയാണ് സമഗ്രമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ നൽകിയത്.